TP വധക്കേസ് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാനുള്ള സർക്കാർ നീക്കം ജയിൽ മാനുവലിന് വിരുദ്ധമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജയിൽ നിയമം ലംഘിച്ചവരാണിവർ. ഹൈക്കോടതി വിധിക്കെതിരാണ് സർക്കാരിന്റെ നീക്കം. ഇവർക്കെതിരെ മൊഴി നൽകിയ 1200ഓളം പേർക്ക് എന്ത് സുരക്ഷയാണ് നൽകാൻ കഴിയുക എന്നും സർക്കാർ നീക്കത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് പ്രതികരിച്ചത് മാധ്യമങ്ങളോട്? ലക്ഷ്മി, ഈ TP വധക്കേസ് വിഷയത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ അന്നത്തെ ആഭ്യന്തര വകുപ്പും ശക്തമായ നിലപാടെടുത്തതിനാലാണ് കുറ്റവാളികൾക്ക് ഇത്തരത്തിൽ പിടിവീഴാൻ സാധിച്ചത്. പക്ഷെ അതിന് തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായും ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. DGPക്ക് ഇത്തരമൊരു നടപടി കൈക്കൊള്ളാൻ അധികാരമില്ല. മാത്രമല്ല, ജയിലിനകത്ത് തന്നെ ജയിൽ നിയമം പലതവണ ലംഘിച്ചവരാണ് ഇവർക്ക് പരോൾ നൽകിയത് പോലും നിയമവിരുദ്ധമായിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവർക്കെതിരെ ഏതാണ്ട് 1200ഓളം പേർ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴി നൽകിയവരെ കോടതിക്കകത്ത് വെച്ച് വരെ ഭീഷണിപ്പെടുത്തിയവരാണ് ഈ പ്രതികൾ. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ 1200ഓളം കുടുംബങ്ങളുടെ സുരക്ഷയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് സർക്കാർ ചെയ്യാൻ കഴിയുക എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഈ നീക്കം രാഷ്ട്രീയമായി നേരിടും, കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പാർട്ടി തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണോ CPMന്റെ തിരുത്തൽ നടപടി എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരിച്ചു ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടിയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് CPM ചിന്തിക്കുക കൂടി വേണ്ട എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്.